3 സംഘടിത സക്കാത്തുമായി ജമാഅത്ത് ഇസ്ലാമി വ്യാപകമായി ഇറങ്ങുന്നത് കാണുന്നു. ഇവർക്ക് നൽകാമോ? 8 വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാൻ ആ ഖുർആൻ പറഞ്ഞ അതിൽ ജമാഅത്ത് ഇസ്ലാമി ഇല്ല. മനസ്സിലായില്ലേ? അപ്പോ ഇറങ്ങുന്നവർക്കെല്ലാം സക്കാത്ത് കൊടുക്കാനൊന്നും പറ്റൂല. സക്കാത്ത് കൊടുക്കേണ്ട കക്ഷികളെ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജമാഅത്ത് ഇസ്ലാമി എന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടരെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. സക്കാത്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം? സക്കാത്ത് കൊടുത്ത് വീട്ടണം എന്നാണ്. അദ്ദു സക്കാത്ത് കൊടുത്ത് വീട്ടണം. സക്കാത്ത് ആരെങ്കിലും എറിഞ്ഞു കൊടുക്കില്ല. സക്കാത്ത് കൊടുത്ത് വീട്ടണം. അപ്പൊ സക്കാത്ത് വീടണം. വീടുന്ന രൂപത്തിലേ സക്കാത്ത് കൊടുക്കാവും. തൽക്കാലം ഈ സക്കാത്ത് തന്നെ സംഗതി ഒന്ന് ഒഴിഞ്ഞിട്ടിയാൽ മതിയായിരുന്നു, അത് ആരെങ്കിലും ഒന്ന് വാങ്ങി അങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും സക്കാത്ത് കൊടുത്താൽ ശരിയാവില്ല. സക്കാത്ത് കൊടുത്ത് വീട്ടണം. ഏതുപോലെ ഹജ്ജുൽ ബൈത്ത്, കഅബത്തെ കരുതി പോകണം. അപ്പൊ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായവൻ ഹജ്ജിന് വേണ്ടി സാധിക്കുമെങ്കിൽ പോകണം. സക്കാത്ത് കൊടുക്കേണ്ട ആള് അതൊക്കെ സക്കാത്ത് കൊടുക്കാനുള്ള നിർബന്ധമുള്ള ആളാണെങ്കിൽ ആ സക്കാത്ത് കൊടുത്ത് വീട്ടണം. ഹജ്ജിന് പോകാൻ ഒരാൾക്ക് സാധിക്കാത്ത സാഹചര്യം, അദ്ദേഹം തളർവാദം കൊണ്ടോ മറ്റോ വീണുപോയാലൊക്കെ മറ്റൊരാളെ പകരം ആക്കാമല്ലോ. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു ഒരാളെ പകരം അയക്കാം. ഇതുപോലെ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണം. അയാൾക്കിപ്പോ സാധുക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ എന്തോ കാരണത്താൽ പോയി കണ്ടുപിടിച്ച് ആളെ നോക്കി അയാൾ അർഹനാണോ നോക്കി എന്നിട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ, പ്രയാസമില്ലെങ്കിൽ ഏറ്റവും നല്ല അയാൾ തന്നെ കൊടുക്കലാണ്. പിന്നെ പ്രയാസമുണ്ടെങ്കിൽ വളരെ വിശ്വസ്തനായ, അത് വളരെ വിശ്വസ്തനായ എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് കിട്ടും വലിയ പണിയുള്ള സംഗതിയാണ്. പൈസയാണേ, പൈസന്റെ കാര്യത്തിൽ വിശ്വസ്തരെ കിട്ടാൻ വളരെ പണിയാണ്. വളരെ വിശ്വസ്തനായ, സക്കാത്തിന്റെ മസ്അലകളൊക്കെ നന്നായി അറിയുന്ന, കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം കൊടുക്കൂന്ന് നമുക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കുന്നതിന് കുഴപ്പം ഇല്ല. അങ്ങനെ പലരെയും സക്കാത്ത് വക്കാലത്താക്കാറുണ്ട്. പക്ഷേ ആ വക്കാലത്താക്കപ്പെട്ട വക്കാലത്ത് ഏറ്റെടുത്ത ആള് അദ്ദേഹം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉത്തരവാദി ഏൽപ്പിച്ച ആള് തന്നെയാണ്. ഇയാള് വിശ്വാസവഞ്ചന നടത്തിയാൽ അയാൾക്ക് കുറ്റുണ്ട്. പക്ഷേ സക്കാത്ത് കൊടുത്തില്ല എന്ന കുറ്റം ഇസ്ലാം കാര്യത്തിലൊരു സംഗതിയാണല്ലോ സക്കാത്ത്, അത് ഈ ഏൽപ്പിച്ച ആൾക്ക് തന്നെയാണ്. കാരണം സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പ് വരുന്നത് സക്കാത്ത് കൊടുത്ത് വീട്ടണം എന്ന് പറഞ്ഞത്. ആരെങ്കിലും കൊടുത്താൽ പോരാ, അത് കൊടുത്ത് വീട്ടണം. ഒന്ന്, അപ്പൊ കൊടുക്കുമെന്ന് 100% ഉറപ്പുള്ള ആളും സക്കാത്തിന്റെ മസ്അലകളൊക്കെ ശരിക്കും അറിയുന്ന ആളാണ് എന്നും നമുക്ക് ബോധ്യമുണ്ടാവുകയും വിശ്വസ്തനാണെന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്ത ഒരാളെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിന് കുഴപ്പം ഇല്ല. ഒരാളെന്നാ ഞാൻ പറഞ്ഞ്, ഒരു കമ്മിറ്റിയെന്നല്ല പറഞ്ഞ്. ഇപ്പോ കോടിക്കണക്കിന് ഉറുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ള ഒരാള് ഈ അടുത്ത് എന്നോട് ചോദിച്ചു, നമുക്കൊരു വലിയ ബിൽഡിങ്ങിന്റെ ആവശ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അതിന്റെ പ്ലാനൊക്കെ കൊടുത്ത്, അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇവിടെ വന്ന് കാണുക അതും ചെയ്ത്. സെക്രട്ടറി എന്നോട് ചോദിച്ചു, സക്കാത്തിന്റെ പൈസ തന്നാൽ നിങ്ങൾ വാങ്ങുമോന്ന് ചോദിച്ചു. എന്തിന്? ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ. ഞാൻ പറഞ്ഞു വാങ്ങൂലെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം അദ്ദേഹം കുറെ ചോദിച്ചു നോക്കി, വാങ്ങൂലാറിന്. അദ്ദേഹം വേറൊരു നാട്ടുകാരനാണ്. പിന്നീട് അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ നല്ല മതിപ്പായി എന്ന് പറഞ്ഞു. വാങ്ങൂലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, സക്കാത്ത് എന്തിന് ആർക്ക് എന്നൊന്നുമില്ലാതെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി സക്കാത്ത്, അതുപോലെ തന്നെ പലതിനും സക്കാത്ത് എന്ന പേരിൽ സംഖ്യ വാങ്ങിയിട്ട് പലതിനും ചെലവഴിക്കുന്നവരുണ്ട്. അതിൽ പെട്ടതാണ് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൊക്കെ. ഞാനിവിടെ മുമ്പ് ഖണ്ഡന പ്രസംഗം നടത്തിയപ്പോൾ മുജാഹിദിന്റെ ഒരു പട്ടിക തന്നെ ഞാൻ സ്ക്രീനിൽ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പലരും കണ്ടവരാണ്. സക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് അവർ പലിശ വാങ്ങുന്നു. അതുപോലെ സക്കാത്തിന്റെ സംഖ്യ വാങ്ങിയിട്ട് സക്കാത്തിന് അർഹതപ്പെട്ടവരല്ലാത്തവർക്ക് അവർ വിതരണം ചെയ്യുന്നു. അവർ വിതരണം ചെയ്യുന്നു മാത്രമല്ല, അവരുടെ ഓഫീസ് വർക്കിനും
അവരുടെ പത്രം നടത്താനും അവരുടെ മറ്റ് സംഘടനാ ആവശ്യത്തിനും മുതലാളിമാരെ സക്കാത്ത് വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ സക്കാത്തിന് ഒരു നിലക്കും ഖുർആനും ഹദീസും അംഗീകരിക്കാത്ത, ഇമാമിയങ്ങൾ വകവെക്കാത്ത പലതിനും ആളുകൾ ഇന്ന് സക്കാത്ത് വാങ്ങിയിട്ട് അവരെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു. അതാണ് ഇന്ന് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കി ബൈത്തുൽ സക്കാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നടത്തുന്ന ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ മുമ്പ് കാണിച്ച ആ പട്ടികയിൽ നിങ്ങൾക്ക് കാണാം സക്കാത്ത് കൊടുത്ത എന്തെല്ലാം സംഗതികളാണ്. അതിൽ ഒരു സംഗതി അവസാനം കണക്ക്, ഒരു കൊല്ലത്തെ കണക്ക് വന്നിട്ട് അവസാനം അതിലെടുത്ത് കഴിച്ച് ബാക്കി എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, ഒരു കൊല്ലായിട്ട് സക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടിയില്ലേ, കഴിച്ച് ബാക്കി വന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അവര് അതൊരു സാധാരണ പൈസ പോലെ, സാധാരണ പണം പോലെ, സംഭാവന വാങ്ങുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് പടച്ചവന്റെ അടുക്കൽ സക്കാത്ത് വീടി കിട്ടണം എന്നുദ്ദേശിക്കുന്നവർ ഇമാമിയങ്ങൾ പറഞ്ഞ രൂപത്തിലല്ലാതെ ഇങ്ങനെ കമ്മിറ്റികളെ ഏൽപ്പിച്ചിട്ട് സക്കാത്ത് വീടുമെന്ന ധാരണയിൽ കൊടുത്തിട്ട് ആഖിറത്തിൽ വെച്ച് സക്കാത്ത് വീടാതിരുന്നാൽ പണ്ഡിതന്മാർ അതിന് ഉത്തരവാദി അല്ല. ജമാഅത്ത് ഇസ്ലാമി ഇതിനെ വല്ലാത്ത ചതിപ്രയോഗമുള്ള ഒരു സാധനമാണ്. നമ്മുടെ കുറ്റ്യാടിയിലെ പള്ളിയൊക്കെ അവർ പിടിച്ചെടുത്ത് മക്ബറ അടിച്ച് തകർക്കൊക്കെ ചെയ്ത് നമുക്കെല്ലാം അറിയുന്നില്ലേ. ഭയങ്കര ചതിയാണ്. ചതിന്റെ കൂട്ടത്തിൽ ഒരു ചതിയും കൂടി ഞാൻ പറയാം. ഇപ്പൊ സിറാജുൽ ഹുദയിൽ ഈ ആപ്പുണ്ട്, സംഭാവന അയക്കാനും അതുപോലെ സംഭാവന വാങ്ങാനും സിറാജിനെ പറ്റി അറിയാനും ആപ്പുണ്ട്. അതുപോലെ ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതോ ഒരു ചങ്ങാതി ഇംഗ്ലീഷിൽ 2 വരി അവിടുത്തെ ഏതോ ഒരു സ്റ്റാഫിന് അയച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞ എന്താ വെച്ചാൽ അവിടുത്തെ ഈ അക്കൗണ്ട് നമ്പർ അയച്ചു തരണമെന്നാണ്. പക്ഷെ അതിൽ സക്കാത്ത് സംഖ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ കക്ഷി അത് ശ്രദ്ധിച്ചില്ല, സ്റ്റാഫ് ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു, അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. പിന്നെയാണ് അറിയുന്നത് ഇതിൽ സക്കാത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സക്കാത്ത് സംഖ്യ സിറാജുൽ കമ്മിറ്റി സ്വീകരിക്കൂല, അങ്ങനെ സംഭവിക്കുന്ന പരിപാടി ഇല്ല എന്ന് അദ്ദേഹത്തിന് മെസ്സേജും കൊടുത്തു. പക്ഷെ അതൊരു ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ചതിയായിരുന്നു. എന്തിന്? നമ്മൾ ഈ മസ്അല പറയുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ഒരു ചതി ഉണ്ടാക്കിയതാണ്. അത്രയും വലിയ ചതിയന്മാരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ. എന്തിന്? നമ്മൾ ഈ മസ്അല പറയുമ്പോൾ അവർക്ക് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി ചതിയിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വരിയിൽ ഇങ്ങനെ സക്കാത്ത് വകയുള്ള സംഖ്യയുണ്ട്, അക്കൗണ്ട് നമ്പർ അയച്ചിരോ എന്ന് ചോദിക്കുക. അപ്പൊ ഈ അക്കൗണ്ട് നമ്പർ അയച്ചിരോ നമ്മൾ സാധാരണ സക്കാത്ത് ഇരിക്കാൻ കുത്തിരിക്കല്ലേ നമ്മള്. അപ്പൊ സക്കാത്ത് എനിക്കൊന്നല്ല അയച്ചത്, അവിടുത്തെ സ്റ്റാഫിനാണ് കിട്ടിയത്. ആ സ്റ്റാഫാണ് ചെയ്യുന്നത്, അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുക്കുക. അയച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ സക്കാത്ത് എന്നുണ്ട്. അപ്പൊ അന്നേരം തന്നെ അവർക്ക് നിങ്ങൾ അയക്കണ്ടെന്ന് പറഞ്ഞ് മറുപടിയും കൊടുത്തു. പക്ഷേ അത് കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോ സിറാജുലുദക്ക് സക്കാത്ത് വാങ്ങാവോ, കമ്മിറ്റിക്ക് വാങ്ങാവോ എന്ന് ചോദിക്കുക. ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ വഞ്ചന നടത്തുന്ന ഒരു ടീമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെക്കുറിച്ച് പ്രത്യേകം ഞാനൊരു പ്രസംഗം നടത്താൻ പോകുന്നുണ്ട്. അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവർ സക്കാത്ത് എന്തിനൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്നത് അവരെ പുസ്തകം തന്നെ വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അത് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി കേട്ടാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.